ഞാൻ ഷെബിന ഷെരീഫ്. ഞാൻ ആലപ്പുഴയിലെ വടുതലയിൽ നിന്നും വരുന്നു. പ്രൊഫഷണലി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പക്ഷേ കുക്കിങ്ങിനോടുള്ള എൻ്റെ പാഷനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എൻ്റെ ഫസ്റ്റ് TV പ്രോഗ്രാമാണിത്. ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്ന ബിരിയാണി പാൽക്കൊഞ്ച് കുമ്പളങ്ങ ബിരിയാണിയാണ്. തേങ്ങാപ്പാലും കുമ്പളങ്ങയും കൊഞ്ചൊക്കെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ ബിരിയാണി. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് നമുക്ക് ചെമ്മീൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കടായി വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കസ്കസ് വെള്ളത്തിലിട്ട് വെക്കാം. കസ്കസും തേങ്ങയും നട്ട്സും കൂടെ നമ്മൾ അരച്ച് ചേർക്കും. അപ്പോൾ അതിനായിട്ടുള്ള കസ്കസ് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ കാണാം ചെമ്മീൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് റൈസിലേക്ക് യൂസ് ചെയ്യാം. വേവിച്ച ചെമ്മീൻ നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറച്ച് ഇട്ട് കൊടുക്കാം. വഴറ്റാനായി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ച് പാകത്തിന് ഉപ്പ് ഇടണം. തക്കാളി സവാള മിക്സ്, അതായത് നമ്മുടെ മസാല വഴണ്ടി വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ കസ്കസ് ഇപ്പോൾ വെള്ളത്തിലിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കുറച്ച് തേങ്ങയും കുറച്ച് നട്ട്സും കൂടെ ഇട്ട് അരച്ചെടുക്കാം. തക്കാളി നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായ കുമ്പളങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്കിതിലേക്ക് ആവശ്യമായ പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കാം. വഴണ്ടി വരുമ്പോഴുള്ള എരിവ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇഷ്ടാനുസരണം പച്ചമുളക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലുള്ളത് കസ്കസ്, തേങ്ങ, നട്ട്സ്, ഇത് മൂന്നും കൂടെ അരച്ച് ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇവിടെ ചെമ്മീൻ്റെ ഗ്രേവി റെഡിയാക്കി വെച്ചേക്കാണ്. ചെമ്മീൻ ബിരിയാണിയാണ്. അതെ, പാൽക്കൊഞ്ച് കുമ്പളങ്ങ ബിരിയാണി, ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതിൽ കുമ്പളങ്ങയും പാൽക്കൊഞ്ചും തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, തേങ്ങാപ്പാലും കുമ്പളങ്ങയുമാണ് മെയിൻ പ്രോൺസിൽ ആഡ് ചെയ്തിട്ട്. ആരൊക്കെയാ വീട്ടിലുള്ളത്? ഹസ്ബൻഡും? എനിക്ക് ഹസ്ബൻഡ്, 2 പെൺകുട്ടികളാണ്. പിന്നെ ഫാദർ ഇൻ ലോ ഉണ്ട്, മദർ ഇൻ ലോ ഉണ്ട്. കുട്ടികൾ 2 പെൺകുട്ടികളാണ്. ഒരാള് 6th ഒരാള് 4th. ഇപ്രാവശ്യം ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ? ഇല്ല, ഇപ്രാവശ്യം ഞാൻ തനിച്ചാണ്. ഇവിടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല, ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയോ? അലിയൻസിലാണ്. ശരി. അപ്പം എങ്ങനെയാ ഇവിടെ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ മന്ത്ലി വൺസ്. പിന്നെ കുഴപ്പമില്ല. എളുപ്പമായി. ഇതൊരു പാഷനാണ്. അതെ, ഗ്രേറ്റ് പാഷൻ. ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരു ഫുഡ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നടക്കും അല്ലേ? നമ്മളങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചാൽ നടക്കും എന്നാണ് പറയുന്നത്. വെരി നൈസ്. ഓക്കെ, ബേക്കറും കൂടിയാണോ? അല്ല, വർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ചില ഇവന്റ്സിനൊക്കെ ഓഫീസിലെ പ്രോഗ്രാംസിനൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി ആയിരിക്കും, പത്തിരി, ബീഫ്, ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ. താങ്ക് യു.
മസാല വേകുന്ന ടൈമിന് നമുക്ക് ചോറിന് ആവശ്യമായ അരി എടുക്കാം. ഞാനിവിടെ 2 ചെറിയ കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. കൈമ അരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് സവാള ആദ്യം പൊരിച്ചു വരാം. അതിനുവേണ്ടി കുറച്ച് നല്ല നറുനെയ്യ് പാനിലേക്ക് ഇടുക. നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ആദ്യം വറുത്ത് കോരി മാറ്റി വെക്കാം. നൈസായിട്ട് അരിഞ്ഞ സവാള നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറിൽ പൊരിച്ചു വരാം. വറുത്ത് വന്ന സവാള നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ പൊരിച്ചു കോരിയ നെയ്യിലേക്ക് തന്നെ ചോറിന് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രാമ്പു, 2 തക്കോലം, ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, ഒരു 4-5 ഏലക്ക. ഇതിലേക്ക് നമുക്ക് അരിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെമ്മീൻ്റെ സ്റ്റോക്കുണ്ട്. അപ്പം അതും കൂടെ കണക്കാക്കി വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. ചോറിന് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീനിൽ നിന്ന് ഒരു 2 ചെമ്മീനും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത പൈനാപ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് സാജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചോറിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്തിരി വേവ് ബാക്കിയുണ്ട്. അത് നമ്മുടെ ദമ്മിലിരുന്ന് ആ വേവ് കറക്റ്റാവും. അപ്പോൾ നമ്മുടെ ചോറും മസാലയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദം ഇടാനുള്ളത് കുറച്ച് നല്ല നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ മസാല, നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 സ്പൂൺ, കുറച്ച് ഗ്രേവിയോടുകൂടി തന്നെ ഫസ്റ്റ് ലെയർ ഇടണം. കാരണം അത് ദമ്മായി വരുമ്പം താഴെ അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് സവാളയും വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലയിലേക്ക്. പുതിനയിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് 1 ലെയർ ചോറിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ചോറെടുക്കുന്നത് കൊണ്ട് നമുക്ക് 1 ലെയറിനുള്ള ചോറും മസാലയും ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് കുറച്ച് സമയം ദമ്മിൽ വെക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ്സ് സിമ്മിൽ വെച്ച് നല്ലപോലെ ആ ഫ്ലേവർ റൈസിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ വീണ്ടും ഞങ്ങൾ എത്തുന്നു. ഇപ്പൊ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലാണ് അല്ലേ? ഞാൻ ദമ്മാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സൈഡ് വേണ്ട സാലഡ് അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രസന്റേഷനൊക്കെ കുറച്ചുകൂടി ഒരു നല്ലൊരു നീറ്റ് ആൻഡ് ആ ഒരു പ്ലാനിങ് കാണുമ്പോൾ അറിയാം. ഓക്കെ, ഇനി ദം എടുത്തു കഴിയുമ്പോൾ ബിരിയാണി ഇതിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സീ ഫുഡ് സാലഡ് ആണോ അതോ? അതെ, സീ ഫുഡാണ്. എല്ലാം ഇല്ല തോന്നുന്നു അല്ലേ? ഇല്ല യൂസ് ചെയ്തത് പ്രോൺസിന്റെ ആയതുകൊണ്ടിട്ട് അതും പിന്നെ ഇതും പ്രോൺസ് ടെമ്പൂറ. എങ്ങനെയുണ്ട് ഫൈനൽ? ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാപ്പിയാണോ, സാറ്റിസ്ഫൈഡ് ആണോ യുവർ ഔട്ട്പുട്ട്? ഇല്ല, ഇനിയിപ്പോ ഇത് ദമ്മ് പൊട്ടിച്ചിട്ട് ആഗ്രഹിച്ച പോലെ വരുന്നുണ്ട് അല്ലേ? ഇദ്ദേഹം ഭയങ്കര നല്ല ചിരിയാണ്. അന്ന് നോട്ട് ചെയ്ത അതെ അതെ അതെ, അന്ന് പറഞ്ഞ ആൾക്കാരിൽ ഒരാളാണ്. താങ്ക് യു. അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. നമുക്കിനി ദം പൊട്ടിച്ച് നോക്കാം. നല്ല ചൂട് മേളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വാഴയിലയിൽ ഈ പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.